നമസ്കാരം, ഞാൻ അശോകൻ. നല്ല മഴയൊക്കെയാണ് ഇപ്പം, എങ്കിലും പട്ടണക്കാട് നല്ല മഴയാണ്. ഈ മഴയത്താണെങ്കിലും പട്ടണക്കാടേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു നാടൻ സ്റ്റൈലിൽ ഒരു മീൻകറിയും കപ്പയും ഉണ്ടാക്കാൻ പോയി. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. നമ്മളപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്ന് ചേർത്തിട്ട് നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. ഉള്ളി വെക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് മീൻ കറിക്ക് നല്ലത്. വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവായി, ഒരു 1/2 ടീസ്പൂൺ ഉലുവായി. നമുക്ക് കുറച്ച് കടുക് ഇടുക കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. അത്രയും തന്നെ ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നമ്മൾ കൊടുക്കുകയാണ്. ഒരു 10 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നടുവേ പൊളന്ന പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവെള്ള മുളക് വേറെ ചേർക്കാത്തത് കൊണ്ട് പച്ചമുളക് തന്നെ ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നത് കാശ്മീരി ചില്ലിയുടെ പൗഡറാണ്. ഇതിനൊപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച കപ്പയും കൂടി വേവിക്കാൻ വെക്കുകയാണ്. ഒരു കുക്കറിൽ വെച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളി വാടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഈ മസാല ചേർക്കാം. അതിന് ആദ്യം ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഫിഷ് മസാല ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 2 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, ഒരു 2-2.25 സ്പൂണോളം അളവിൽ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് പശ ഉണ്ടായി ചുവട്ടിൽ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കാം. തുളി കൂടി ഈ മസാലയുടെ കൂടെ കിടന്നൊന്ന് മൂത്ത് പച്ചപ്പൊക്കെ മാറി വരണം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇടുകയാണ്. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. മീൻ കുറേശ്ശെ ഇടാൻ പോവുകയാണ്. കേരമീനാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് പുളി ഉപ്പൊക്കെ പിടിക്കാൻ നല്ലത് കേരമീൻ തന്നെയാണ്. ഈ ഫംഗ്ഷനൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു മീൻ കേരമീനാണ്. ചൂരമീനിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. ആ രീതിയിൽ നമ്മൾ കേരമീനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് തക്കാളി കൂടി ഒരു ഗാർണിഷിങ് സ്റ്റൈലിൽ, കുറച്ച് പുളിയും അതിൻ്റെ ഒരു രസവും കൂടി വേറെ വരാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി കുറച്ച് തക്കാളിയും കൂടി വട്ടം അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു തക്കാളി, ഒരു മുഴുത്ത തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി കുറച്ച് നേരം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് മീൻ കറി ഒന്ന് തുറന്നു നോക്കാം. ഇത് മണമൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടി ചുറ്റിച്ച് വെക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട്. കുറച്ച് ചില്ലി ഫ്ലെക്സ് നോക്കി കൊടുക്കുക. അതിനകത്തേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കപ്പയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി. നമുക്ക് കപ്പയിലേക്ക് ചേർക്കാം. നമുക്കിതൊരു ഡിഷിലേക്ക് പകർത്താം. കപ്പയിലേക്ക് മീൻ കറി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതൊരു അഭിപ്രായം പറയും. ഒപ്പം നിങ്ങളും ഇതിൻ്റെ റെസിപ്പി കണ്ടതാണല്ലോ. അപ്പോൾ നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒപ്പം അത് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.
പിന്നെ എനിക്കൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, അറിഞ്ഞോ അറിയാതെ ഞാനും കാരണക്കാരനാകുന്നത് കൊണ്ടാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കാണുമ്പോഴത്തേക്ക് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അവൻ എനിക്കൊന്നും അയച്ചു തന്നില്ലല്ലോ എന്ന് പറയാൻ ഇടവരുത്തില്ല. നമുക്ക് ആ പരിഭവം കേൾക്കണതിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേരും. ഇതെനിക്ക് നിങ്ങളോട് സ്നേഹത്തിൻ്റെ പേരിൽ പറയാനുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് താങ്ക് യു. എന്തൊക്കെ കപ്പയും മീൻകറി കഴിച്ച് നോക്കാൻ വേണം. അവർ ആദ്യം എൻ്റെ കുട്ടികൾ കഴിക്കട്ടെ. ഒരു പീസ് മീൻ